മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എൽസ്റ്റണിലെ മാതൃകാ ടൗൺഷിപ്പിന്റെ ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ 11 മണിക്ക് എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നടക്കുന്ന പരിപാടിയിൽ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കും. ഗുണഭോക്താക്കളുടെ പട്ടയ വിതരണവും ഈ ചടങ്ങിൽ നടക്കും. ജൂലൈ 29 ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മുകളിൽ ഉരുൾ വന്ന് പതിച്ചു. ഒരു കൊല്ലവും 7 മാസവും പിന്നിടുമ്പോൾ മുറിവേറ്റ ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് വീണ്ടും കൂടൊരുക്കുകയാണ് ഒരു സർക്കാർ. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ, കാലാവസ്ഥാ ഭീഷണി, അങ്ങനെ നിർമ്മാണത്തിനിടെയുള്ള നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായത്. വയനാടിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയും ഏജൻസികളുടെയും തൊഴിലാളികളുടെയും ഏകോപിതമായ പ്രവർത്തനത്തിലൂടെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നത്. എൽസ്റ്റണിൽ 410 വീട്, അനുബന്ധ സൗകര്യങ്ങൾ വിഭാവനം ചെയ്ത ടൗൺഷിപ്പിൽ ഒന്നാം ഘട്ടത്തിൽ 178 വീടുകളാണ് പൂർത്തിയായത്. പൂർണ്ണമായും വീട് നഷ്ടമായ കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കും വിധം 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്രയടിയിൽ ഒറ്റനിലയിൽ പണിത കെട്ടിടങ്ങൾ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയത്. പ്രധാന കിടപ്പുമുറി, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവ വീടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64.4705 ഹെക്ടർ ഭൂമിയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കാനായി സർക്കാർ ഏറ്റെടുത്തത്. ടൗൺഷിപ്പിൽ ഒരുങ്ങുന്ന 410 വീടുകളിലായി 1662 ആളുകൾക്കാണ് തണലൊരുങ്ങുന്നത്. പൊതു റോഡ്, ആരോഗ്യ കേന്ദ്രം, അംഗനവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയും ഇതിന്റെ ഭാഗമായുണ്ടാവും. ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി, ഫാർമസി, പരിശോധന, വാക്സിനേഷൻ, ഒബ്സർവേഷൻ മുറികൾ, OP, ടിക്കറ്റ് കൗണ്ടർ സൗകര്യങ്ങളും സജ്ജീകരിക്കും. പൊതുമാർക്കറ്റിൽ കടകൾ, സ്റ്റാളുകൾ, ഓപ്പൺ മാർക്കറ്റ്, കുട്ടികൾക്ക് കളിസ്ഥലം, പാർക്കിംഗ് എന്നിവ ഒരുക്കും. മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലം, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ കമ്മ്യൂണിറ്റി സെന്ററിലും നിർമ്മിക്കും. സോളാർ, മെമ്മോറിയൽ, MCF എന്നിവയുണ്ടാകും. 2025 മാർച്ച് 27 മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം ചുരുങ്ങിയ സമയം കൊണ്ട് യാഥാർത്ഥ്യമാകുമ്പോൾ എല്ലാം നഷ്ടമായ ഒരു ജനതയെ ചേർത്ത് പിടിച്ച സർക്കാർ എന്ന അഭിമാനമുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്. അമൃത ന്യൂസ്, വയനാട്.